മാതർമേ മധുകൈടഭഗ്നി महिषप्राणापहारोद्यमी हेला निर्मितधूम्रलोचनवती हे चण्डमुण्डार्दिनी निःशेषीकृतरक्तबीजदनुजे नित्ये निसुम्भावहे സുംഭധ്വംസിനി സംഹരാ സുദുരിതം ദുർഗേ നമസ്തേംബികേ. ദേവി മഹാത്മ്യം തുടരുകയാണ്. ഓരോരോ ദേവന്മാരുടെ ശരീരത്തിൽ നിന്നും അതാത് ദേവന്മാരുടെ ശക്തികൾ അതാത് ദേവന്മാരുടെ രൂപത്തിൽ പുറത്തേക്ക് വന്നു. ദേവിയുടെ ശരീരത്തിൽ നിന്നും ദേവിയുടെ രൂപത്തിൽ തന്നെ അതിശക്തമായിട്ടുള്ള ഒരു ശക്തി പുറത്തേക്ക് വന്നു എന്ന് പറഞ്ഞു. എന്നിട്ട് ആ ദേവി ശിവൻ അതിന് ശേഷം വന്നതിന് ശേഷം ശിവൻ തന്നെ ദേവിയോട് പറഞ്ഞു, ഇനി യുദ്ധത്തിന് പുറപ്പെടാം എന്ന് പറഞ്ഞപ്പോഴാണ് ദേവിയുടെ ശരീരത്തിൽ നിന്ന് ഈ ശക്തി, ദേവിയുടെ ശക്തി, അതിഭീകരയായിട്ടുള്ള ദേവിയുടെ ശക്തി പുറത്തേക്ക് വന്നത്. എന്നിട്ട് ശിവനോട് പറഞ്ഞു എന്നാണ്. ദേവി ശിവനോട് പറഞ്ഞു. എന്താണ് പറഞ്ഞത്? സാ ചാഹ ധൂമ്രജടിലമീശാനമപരാജിത ദൂതത്വം ഗച്ഛ ഭഗവൻ പാർശ്വം സുംഭനിസുംഭയോ. ആ ദേവി ഈശാനം പ്രാഹ, ഈശനോട് പറഞ്ഞു. സാ ചാഹ ആഹ പറഞ്ഞു. ഈശാനനോട്, ശിവനോട് പറഞ്ഞു. ധൂമ്രജടിലം, ധൂമ്രമായിട്ടുള്ള ജടയോടുകൂടിയ നിറമുള്ള ചെമ്പിൻ്റെ നിറമുള്ള അതായത് ധൂമ്രത്തിൻ്റെ നിറമുള്ളതായിട്ടുള്ള ജടിലമായ ജടയോടുകൂടിയതായിട്ടുള്ള ശിവനോട്, ധൂമ്രജടിലനായിട്ടുള്ള ശിവനോട് പറഞ്ഞു. ആഹാ പറഞ്ഞു. എന്താണ് പറഞ്ഞത്? അപരാജിതയായിട്ടുള്ള, ഒരിക്കലും പരാജയം സംഭവിച്ചിട്ടില്ലാത്ത ആ ദേവി, അപരാജിതയായിട്ടുള്ള ദേവി, പരാജയം ഇല്ലാത്തതായിട്ടുള്ള ആ ദേവി ശിവനോട് പറഞ്ഞു. ഈശാനം ആഹാ, ഈശാനോട് പറഞ്ഞു. ധൂമ്രജടിലം, ധൂമ്രമായിട്ടുള്ള ജടയോടുകൂടിയതായ ശിവനോട് പറഞ്ഞു എന്നാണ്. ഇനി ദൂതത്വം ഗച്ഛ ഭഗവൻ പാർശ്വം സുംഭനിസുംഭയോ. ഭഗവൻ അല്ലയോ ഭഗവാനെ, ത്വം അങ്ങ് സുംഭനിസുംഭയോ പാർശ്വം ഗച്ഛ അല്ലയോ ദൂതനായിട്ട്, അങ്ങ് ദൂതഭാവേന എന്നുള്ളതാണ്. അങ്ങ് ദൂതനായിട്ട് സുംഭനിസുംഭന്മാരുടെ സമീപത്തേക്ക് പോകണം എന്നാണ്. എൻ്റെ ദൂതനായിട്ട് സുംഭനിസുംഭന്മാരുടെ സമീപത്തേക്ക്, പാർശ്വം അവരുടെ സമീപത്തേക്ക് പോകണം. ഗച്ഛ പോയാലും, ദൂതത്വം ദൂതനായ അങ്ങ് ഹരയോ ഭഗവൻ, ഗച്ഛ അങ്ങ് പോയാലും, പാർശ്വം സുംഭനിസുംഭയോഹോ സുംഭനിസുംഭന്മാരുടെ സമീപത്തേക്ക് അങ്ങ് ദൂതനായിട്ട് പോയാലും, എൻ്റെ ദൂതനായിട്ട് അങ്ങ് അവരുടെ സമീപത്തേക്ക് പോകണം എന്നാണ്. എന്നിട്ടോ ബ്രൂഹി സുംഭം നിസുംഭം ച ദാനവാവധി ഗർവിതൗ യേ ചാന്യേ ദാനവാസ്തത്ര യുദ്ധായ സമുപസ്ഥിതാ. ബ്രൂഹി എന്നിട്ട് അവരോട് ചെന്ന് പറയൂ. സുംഭം നിസുംഭം ച, സുംഭനോടും നിസുംഭനോടും പറയൂ. അവിടെ ദൂതനായി ചെന്ന് നിസുംഭന്മാരോട് പറയൂ എന്നാണ്. ബ്രൂഹി പറഞ്ഞാലും, സുംഭം നിസുംഭം ച, സുംഭനോടും നിസുംഭനോടും പറഞ്ഞാലും, ദാനവാവ് അതിഗർഭിതൗ, അതിഗർഭിതന്മാരായിട്ടുള്ള അസുരന്മാരായ ആ സുംഭനിസുംഭന്മാരോട്, സുംഭനിസുംഭന്മാരുടെ വിശേഷണമാണ് അതിഗർഭിതൗ ദാനവൗ എന്ന്. അത്യധികം ഗർവോടുകൂടിയ, അഹങ്കാരത്തോടു കൂടിയ ആ ദൈത്യന്മാരായിട്ടുള്ള സുംഭനിസുംഭന്മാരോട് പറഞ്ഞാലും എന്താണ് പറയേണ്ടത്? അവർ മാത്രമല്ല, യേ ചാന്യേ ദാനവാഹ തത്ര, യേ ചാന്യേ ദാനവാഹ, വേറെ ആരൊക്കെയുണ്ട് അവിടെ ദാനവന്മാർ അവിടെ ഉള്ളതെന്ന് വെച്ചാൽ സുംഭനിസുംഭന്മാർ മാത്രമല്ല, അനവധി ദാനവന്മാരുണ്ടല്ലോ അവിടെ ഇപ്പോൾ. അവരോട് യേ ചാന്യേ, വേറെ ആരൊക്കെയാണോ ദാനവാഹ ദാനവന്മാർ, തത്ര അവിടെ, യുദ്ധായ സമുപസ്ഥിതാഹ, യുദ്ധം ചെയ്യാൻ വേണ്ടി വന്നിട്ടുള്ളതായ വേറെയുള്ളതായിട്ടുള്ള ദാനവന്മാർ, സുംഭനിസുംഭന്മാർ മാത്രമല്ല, അവിടെ യുദ്ധത്തിനായി വന്നിട്ടുള്ളതായ മറ്റ് ദാനവന്മാരും ഉണ്ട്. അവരോടൊക്കെ ദൂതനായിട്ട് അങ്ങ് ചെന്ന് പറഞ്ഞാലും എന്താണ് പറയേണ്ടത് എന്നാണ്. ത്രൈലോക്യമിന്ദ്രോ ലഭതു ദേവാസന്തുഹവിർഭുജ യൂയം പ്രയാതപാതാളം യതി ജീവിതുമിച്ഛത.
ത്രൈലോക്യം ഇന്ദ്രോ ലഭതു, 3 ലോകങ്ങളും ഇന്ദ്രൻ തന്നെ തിരിച്ചു കൊടുത്തേക്കൂ, ഇന്ദ്രൻ ലഭിച്ചോട്ടെ, 3 ലോകങ്ങളും ഇന്ദ്രന് കിട്ടിക്കോട്ടെ എന്നാണ്. നിങ്ങൾ ഇന്ദ്രൻ്റെ കയ്യിൽ നിന്ന് അത് അടക്കി പിടിച്ചിരിക്കുകയാണല്ലോ, അത് ദേവേന്ദ്രൻ തിരിച്ചു കൊടുത്തുള്ളൂ. ത്രൈലോക്യം ഇന്ദ്രഹ ലഭതു, ഇന്ദ്രൻ തന്നെ 3 ലോകങ്ങളെയും തിരിച്ച് ലഭിച്ചോട്ടെ. ഇനി ദേവാ സന്തു ഹവിർഭുജ, ദേവന്മാർ ആ യാഗങ്ങളിലൊക്കെ ചെയ്യുന്നതായിട്ടുള്ള ഹവിസ്, അതിനൊക്കെ അധികാരികൾ ദേവന്മാരാണ്, അത് ദേവന്മാർ തന്നെ ഭുജിച്ചോട്ടെ. ദേവാഹ സന്തു, ദേവന്മാർ ആയി ഭവിക്കട്ടെ. എങ്ങനെ? ഹവിർഭുജ, ഹവിസ് ഭക്ഷിക്കുന്നവരായി ഭവിക്കട്ടെ. ഇപ്പോൾ ദേവന്മാർക്ക് അതൊന്നും കിട്ടണില്ല, ആ ഹവിസൊക്കെ നിങ്ങൾ തട്ടിയെടുക്കുകയാണ് ചെയ്യണത്. അപ്പം ഇനിമേൽ ദേവന്മാർ തന്നെ ആ ഹവിസും സ്വീകരിച്ചോട്ടെ എന്നാണ്. യാഗങ്ങളുടെ ഹവിസൊക്കെ ദേവന്മാർ സ്വീകരിച്ചോട്ടെ. യൂയം പ്രയാത പാതാളം, നിങ്ങൾ പാതാളത്തിലേക്ക് പോയിക്കോളൂ. പാതാളം പ്രയാത, നിങ്ങൾ പാതാളത്തിലേക്ക് പോകുവിൻ. പ്രയാത പോകുവിൻ, നിങ്ങൾ പാതാളത്തിലേക്ക് പോവിൻ. യതി ജീവിതമിച്ഛത, ജീവിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ വേഗം പാതാളത്തിലേക്ക് പോയിക്കോളൂ. ഈ 3 ലോകങ്ങളും ദേവേന്ദ്രൻ തന്നെ രക്ഷിച്ചോട്ടെ. അവർ ഈ യാഗങ്ങളുടെ ഹവിസൊക്കെ അവർ തന്നെ ഭുജിച്ചോട്ടെ, നിങ്ങൾ പാതാളത്തിലേക്ക് പോയിക്കോളൂ, അവിടെ സുഖമായി താമസിച്ചോളൂ എന്നാണ്. യൂയം ഗച്ഛത പ്രയാത പാതാളം, നിങ്ങൾ പാതാളത്തിലേക്ക് പൊയ്ക്കൊള്ളുവിൻ. യതി ജീവിതമിച്ഛത, ജീവിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഇവിടെ നിൽക്കാതെ കണ്ട് പാതാളത്തിലേക്ക് പോവുകയാണ് നല്ലത് എന്നാണ്. ബലാവലേപാദ ചേത് ഭവന്തോ യുദ്ധകാംക്ഷിണ തദാഗച്ഛത തൃപ്യന്തു മച്ചിവാ പിശിതേന വഹ. ബലാവലേപാദ്, അതുകൊണ്ട് അല്ലെങ്കിൽ അതല്ല എന്നുണ്ടെങ്കിൽ എങ്ങനെ? ബലാവലേപാദ്, ശക്തിയെക്കുറിച്ചുള്ളതായിട്ടുള്ള അഹങ്കാരം കൊണ്ട്. അവലേപം എന്ന് വെച്ചാൽ അഹങ്കാരം. ആ ശക്തി ഉണ്ട് എന്നുള്ളതായിട്ടുള്ള അഹങ്കാരം കൊണ്ട്, ഗർവമുണ്ട്. ബലാവലേപാദ് അഥ ചേത് ഭവന്തഃ യുദ്ധകാംക്ഷിണഃ, ഭവന്തഃ യുദ്ധകാംക്ഷിണഃ ചേത്, നിങ്ങൾ യുദ്ധം ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത് എന്നുണ്ടെങ്കിൽ, അതായത് നല്ലത് പാതാളത്ത് പോയിരിക്കുകയാണ്, അതല്ല യുദ്ധം ചെയ്യണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ, അഥ യുദ്ധകാംക്ഷിണഃ ചേത്, അതല്ല യുദ്ധകാംക്ഷികളാണ് നിങ്ങളെങ്കിൽ, യുദ്ധം ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ, തദാഗച്ഛത, എന്നാ വന്നോളൂ. യുദ്ധം വേണമെന്നില്ലെങ്കിൽ നിങ്ങൾ പാതാളത്തിലേക്ക് പൊക്കോളൂ. ഈ യുദ്ധമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് വെച്ചാൽ വന്നോളൂ. തദാഗച്ഛത, നിങ്ങൾ വന്നുകൊള്ളുവിൻ. തദാഗച്ഛത തൃപ്യന്തു മത്സ്യവാഹ പിശിതേന വഹ. മത്സ്യവാഹ, എൻ്റെ കുറുനരികൾ, ശിവാഹ കുറുനരികൾ, മത്സ്യവാഹ എൻ്റെ കുറുനരികൾ, വഹ പിശിതേന നിങ്ങളുടെ മാംസം കൊണ്ട്, പിശിതം മാംസം, വഹ പിശിതേന നിങ്ങളുടെ മാംസം കൊണ്ട്, തൃപ്യന്തു തൃപ്തരാകട്ടെ. യുദ്ധത്തിന് താല്പര്യമുണ്ട്, യുദ്ധം മോഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ വന്നോളൂ, യുദ്ധം ചെയ്യാം. എൻ്റെ കുറുനരികൾക്ക് നിങ്ങളുടെ മാംസം കൊണ്ട് തൃപ്തി വരട്ടെ, അവർക്ക് തൃപ്തി വന്നോട്ടെ, അതുകൊണ്ട് വേഗം വന്നോളൂ എന്നുള്ളത്. നിങ്ങൾക്ക് അതാണ് മോഹം എന്ന് വെച്ചാൽ എന്നാണ്. മത്സ്യവാഹ പിശിതേന വഹ യതോ നിയുക്തോ ദൂതത്വേ തയാ ദേവ്യാ ശിവസ്വയം ശിവദൂതീതി ലോകേസ്മിൻ തപസ്സാഖ്യാതിമാഗത. ഇനി യതഃ നിയുക്ത ദൂതത്വേന, ദൂതനായിട്ട് നിയുക്തനായി ആര്? ശിവനെ സ്വയം ദേവി ദൂതനാക്കി പറഞ്ഞയക്കുകയാണ് ചെയ്യണത്. ദൂതനായിട്ട് സിംഹന്മാരുടെ അടുത്തേക്ക് ചെല്ലാൻ പറഞ്ഞുല്ലോ. അങ്ങനെ ശിവനെ ദൂതനാക്കി പറഞ്ഞയച്ചു എന്നതുകൊണ്ട്, യതഃ യാതൊന്നുകൊണ്ട്, യാതൊരു ഹേതുവായിട്ടാണോ ഭവതി ആ ശിവനെ ദൂതനാക്കി പറഞ്ഞയച്ചത്, തതഃ തതുമൂലം ശിവദൂതി ഇതി, ശിവദൂതി എന്ന് ഭഗവതിക്ക് ഒരു പേരുണ്ടാവും, ശിവനാകുന്ന ദൂതനോട് കൂടിയവൾ എന്ന്. ശിവദൂതി എന്ന് വെച്ചാൽ ശിവനാകുന്ന ദൂതനോട് കൂടിയവൾ എന്ന് പേര് വരും. ശിവദൂതി എന്ന് പേര് വരും ദേവിക്ക് എന്നാണ്. ശിവനാകുന്ന ദൂതനോട് കൂടിയവൾ എന്ന ശിവദൂതി എന്നുള്ള പദത്തിൻ്റെ അർത്ഥം ശിവ ദൂതഃ യസ്യാഹ സ എന്നാണ്. ആർക്കാണോ ശിവൻ
ദൂതനായിട്ടുള്ളത് അവൾ എന്ന്. അപ്പോൾ ശിവദൂതി എന്ന് പേര് വരും അങ്ങയ്ക്ക് എന്നാണ്. ശിവദൂതി ഇതി ലോകേ അസ്മിൻ, ഈ ലോകത്തിൽ സാ ഖ്യാതിമാഗത, ആ ദേവി ഖ്യാതിമാഗത, പ്രസിദ്ധയായി തീർന്നു. ശിവദൂതി എന്നുള്ള പേരിൽ പ്രസിദ്ധയായി തീർന്നു. എന്താണെന്ന് വെച്ചാൽ ശിവനെ ദൂതിയാക്കി പറഞ്ഞയച്ചു, ദേവി ശിവനെ ദൂതനാക്കി പറഞ്ഞയച്ചു എന്നുള്ളത് കൊണ്ട് ശിവദൂതി എന്നുള്ളതായിട്ടുള്ള പേര് ദേവിക്ക് വന്നു എന്നാണ്. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ.